ഹായ് ഗായ്സ്, ഞാനിന്ന് ആക്ച്വലി വ്ളോഗായിട്ടല്ല ഞാനിത് ചെയ്യണത്. ഇന്ന് ഞാൻ ഒരു പുതിയ ആപ്പ് വന്നിട്ടുണ്ട്, ബ്ലാക്ക് മാജിക് ക്യാമറയുടെ. അപ്പോൾ അതിൽ ആക്ച്വലി നമുക്ക് പ്രൊഫഷണലായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. HLG 2020 നമ്മളിത് ഷൂട്ട് ചെയ്യണമെന്ന് എന്ന് വെച്ചാൽ ഫുള്ള് ഹൈ ഡൈനാമിക് റേഞ്ചൊക്കെ നമുക്ക് ഇതിൽ കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒന്ന് കുറച്ച് ടെസ്റ്റ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്ത് പിന്നെ നമുക്ക് കളർ ഗ്രേഡ് ചെയ്തിട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി ഇന്ന് ഈ ഷൂട്ട് ചെയ്യുന്നത്. കാരണം ഫ്യൂച്ചറിലുള്ള വീഡിയോസ് കുറച്ചും കൂടി നല്ലൊരു ഹൈ ക്വാളിറ്റി ഇതിൽ വീഡിയോ പിടിക്കാനുള്ള താല്പര്യമുണ്ട് എനിക്ക്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കുറച്ചൊക്കെ കളർ ഗ്രേഡിങ്ങും പിന്നെ എഡിറ്റിങ്ങും ഒക്കെയാണ്, പക്ഷേ എന്നാലും കളർ ഗ്രേഡിങ്ങും പിന്നെ ഈ സംഭവങ്ങളൊക്കെ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഷൂട്ട് ചെയ്യാം. അപ്പോൾ ബേസിക്കലി ഈ ആപ്പ് നമ്മൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും പിന്നെ iOS ഐഫോണിൻ്റെ iOS നിന്നും നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ഫുൾ മാനുവൽ സെറ്റപ്പിലാണ് ഇത് റെക്കോർഡ് ചെയ്യണത്. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ഷട്ടർ സ്പീഡും കൺട്രോൾ ചെയ്യാൻ പറ്റും, ISO കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഹൈ ഡൈനാമിക് റേഞ്ചിൽ HLG ഫുട്ടേജിൽ നമ്മൾക്ക് ആക്ച്വലി ഇത് റെക്കോർഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് കളർ ഗ്രേഡും ചെയ്യാം. നമ്മളുടെ ഇതനുസരിച്ചിട്ട് നമുക്ക് കളർ കൊടുക്കാൻ പറ്റും നമ്മളുടെ വീഡിയോ. ഞാൻ ഉപയോഗിക്കുന്നത് ബ്ലാക്ക് മാജിക്കിൻ്റെ തന്നെ ഡാവിൻഷി റിസോൾവിൻ്റെ സോഫ്റ്റ്വെയറാണ്. അത് ഫ്രീ ആണ്, സ്റ്റുഡിയോ വെർഷൻ അല്ല, ഫ്രീ വെർഷനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഡോണ്ട് ത്രോ ദ ബോൾ ഔട്ട് സൈഡ് ലുക്ക. ഇപ്പോൾ ഈ ചെക്കൻ ഇപ്പോൾ കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എൻ്റെ പിന്നാലെ ബോൾ എടുത്ത് വന്നിരിക്കണം. ഇപ്പോൾ ഈ ചെക്കൻ ഷോമി ത്രോ യ ബോൾ കളിച്ചോ. ഇപ്പോൾ ഇവൻ്റെ കുറച്ച് ഷോട്ട്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇവനെ പുറത്തേക്ക് വിളിച്ച്, എനിക്ക് പുറം ഭയങ്കര, പക്ഷേ ഈ ഭാഗത്ത് വരണില്ല. അയ്യോ എന്ത് വെയിറ്റ് ഇവന്. നിൽക്കും ഒരു സ്ഥലത്ത്, സ്റ്റേ അറ്റ് വൺ പ്ലേസ്. ഗുഡ് ബോയ്, ലുക്ക് അറ്റ് മീ. ഒരു ഷോട്ട് എന്താ അവനെ അങ്ങനെ ഗുഡ്. അവനിപ്പോൾ കളിക്കണം. നമ്മളൊരു ബേസിക്കലി ഞാൻ ആദ്യം വ്ളോഗിങ് ചെയ്തപ്പോൾ ഫുള്ള് ഓട്ടോമാറ്റിക്കലി ഞാൻ ഷൂട്ടൊക്കെ ചെയ്തിരുന്നത്. പിന്നെ പല പ്രൊഫഷണൽ വ്ളോഗേഴ്സിനെ ഞാൻ വ്ളോഗൊക്കെ കണ്ടു തുടങ്ങിയപ്പോൾ എനിക്ക് ആ കളർ ഗ്രേഡിങ്ങും അവർക്ക് കിട്ടുന്ന ആ ക്വാളിറ്റിയിലും ഭയങ്കരമായിട്ട് എനിക്ക് ഇൻട്രസ്റ്റ് ആയി തുടങ്ങി. അങ്ങനെയാണ് എനിക്ക് ആക്ച്വലി വ്ളോഗിംഗ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞ് എനിക്ക് ഇൻട്രസ്റ്റ് വന്നു തുടങ്ങിയത്. കാരണം ആ ഷൂട്ട് ചെയ്യുന്ന സ്റ്റൈലും പിന്നെ അവർ ആ സ്ക്രിപ്റ്റ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യുന്നതും ഒരു സ്റ്റോറി ലൈൻ ഉണ്ടാക്കുന്നതും അതൊക്കെ നമ്മൾ കാണുമ്പോഴുണ്ടല്ലോ, അതൊരു നല്ലൊരു രസമാണ്. അത് ഒരു ക്രിയേറ്റീവ് നമ്മൾക്ക് ആ ഒരു മൂഡ് കിട്ടുമ്പോഴുണ്ടല്ലോ, ഇറ്റ്സ് ഓൾവേസ് ഗുഡ്. നമ്മളെപ്പോഴും ഒരു ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്ത് അത് നമ്മുടെ ടാലൻറ്റ് ഉപയോഗിച്ച് അതിൽ ഇട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ എന്തെങ്കിലും സ്റ്റോറി ലൈൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഭയങ്കര രസമാണ്. ഇപ്പോൾ ഞാനിപ്പോൾ പുറത്ത് പോയാലും ശരി, എവിടെ പോയാലും ശരി, എന്തെങ്കിലും ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും ഓരോരോ ക്ലിപ്സ്. ഇപ്പോൾ വീട്ടിലായാലും ശരി, ഞാൻ കുറച്ച് ക്ലിപ്സ് ഷൂട്ട് ചെയ്തു. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാനത് കളർ ഗ്രേഡ് ചെയ്തു. അപ്പോൾ ഇതൊരു ലേണിംഗ് പ്രൊസീജിയറാണ്. ഇപ്പോൾ നമ്മൾ ലേൺ ചെയ്തിരിക്കണോ, പിന്നെ എത്ര നമ്മൾ പ്രാക്ടീസ് ചെയ്യണോ, അതനുസരിച്ചിട്ട് നമ്മളുടെ ക്വാളിറ്റിയും കൂടാൻ പോകുന്നുള്ളൂ. ഇപ്പോൾ ഈ ആപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ചൊരു മണിക്കൂർ 1.5 മണിക്കൂർ ഞാനിരുന്ന് ടെസ്റ്റ് ചെയ്തു, അതിനെപ്പറ്റി പഠിച്ചു. മോസ്റ്റ്ലി എല്ലാ നമ്മളുടെ ക്യാമറ ആപ്പിൽ വരണമെന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ ക്യാമറയുടെ ഓരോ നമ്മളുടെ ഷട്ടർ സ്പീഡ് നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റും, ISO കൺട്രോൾ ചെയ്യാൻ പറ്റും, പിന്നെ AE/AF ലോക്ക് ചെയ്യാൻ പറ്റും, എക്സ്പോഷ്യർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, അങ്ങനെ പലതും ഉണ്ട്. ഇപ്പോൾ ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ AE ഓട്ടോ എക്സ്പോഷറും ഓട്ടോ ഫോക്കസ് ലോക്ക് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എവിടെ മൂവ് ചെയ്ത് കഴിഞ്ഞാലും എൻ്റെ കണ്ടില്ല, അത് എക്സ്പോഷർ ചേഞ്ച് ആവില്ല. അല്ലെങ്കിൽ ആ കൂടി വന്നാൽ, അല്ലെങ്കിൽ സാധാരണ എന്താ സംഭവിക്കാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബ്രൈറ്റ് ലൈറ്റിൽ പോകുമ്പോൾ അത് എക്സ്പോഷർ കൂടും, പിന്നെ ഡാർക്ക് ആവും. ഇപ്പോൾ എൻ്റെ ഫേസിന് ബേസിക്കലി ഞാൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് സെൻറ്റർ ഫോക്കസിലാണ്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് എൻ്റെ എക്സ്പോഷർ എനിക്ക് കിട്ടാം. ഇന്ന് ഞാനിന്ന് കുറച്ച് കമൻസൊക്കെ വായിക്കായിരുന്നു. കുറേ ആൾക്കാരുടെ കമൻറ്റ് എനിക്ക് റിപ്ലൈ ചെയ്യാനുണ്ട്. അപ്പോൾ സോറി, എനിക്ക് സമയം കിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ എൻ്റെ അറ്റ്ലീസ്റ്റ് ഒരാഴ്ചക്കുള്ളിൽ എൻ്റെ സംഭവങ്ങളൊക്കെ ക്ലിയർ ആവണം. അതും കുറച്ച് ഡിലേ ആവണം, കാരണം സിസ്റ്റത്തിൽ നിന്ന് ഇത് എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കണം. അപ്പോൾ ഞാൻ കുറേ ആളൊക്കെ കമൻറ്റ് വന്നിട്ടുണ്ടാവും. ഞാൻ ഇന്ന് നാളെ ആകുമ്പോൾ ഞാൻ റിപ്ലൈ ചെയ്യാം. പിന്നെ കുറച്ച് ആൾക്കാർ കമൻറ്റിൽ ചോദിച്ചിരുന്നു ഈ ഫോണിനെ പറ്റിയിട്ടും. ബേസിക്കലി അതിൻ്റെ കാരണം ഇതൊരു ഹൈ എൻഡ് ഫോണായതുകൊണ്ട്, പിന്നെ ഫ്ലാഗ്ഷിപ്പ് ഫോണായതുകൊണ്ട് ഷ്വാമിയുടെ ഐഫോണിലും വലിയ സെൻസറാണ് ആക്ച്വലി ഇതിലുള്ളത്. 1 ഇഞ്ച് സെൻസറാണ് ഇതിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിനെ പറ്റിയിട്ട് ഒരു ചെറിയൊരു വ്ളോഗ് കൂടി ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ ഉണ്ടാക്കാം. പിന്നെ 2-3 ആൾക്കാരുടെ മെയിൻ ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു, അതിൻ്റെ മുകളിലും കൂടി ഞാൻ വ്ളോഗ് ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് സമയം തരാം, അതനുസരിച്ചിട്ട് ഞാൻ ഓരോരോ ആൾക്കാരുടെ എന്തൊക്കെ റിപ്ലൈ ഉണ്ടോ അതനുസരിച്ചിട്ട് ഞാനൊരു വ്ളോഗ് ഉണ്ടാക്കാം, പ്ലസ് നിങ്ങളുടെ റിപ്ലൈയും തരാം. feel
പുറത്തിറങ്ങി കുറച്ചൊന്ന് വാക്കിങ്ങിന് വേണ്ടിയിട്ട്. ഇപ്പം ആയപ്പിനെ വൈകുന്നേരമാണ്, ഞാൻ വൈകുന്നേരം വരില്ല എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ വേറൊരു വഴിയില്ല, രാവിലെ നമ്മളെ ചെക്കൻ എനിക്കാ സമയം എടുക്കും. അപ്പോൾ അവനെ ഡിസ്റ്റർബ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ വൈകുന്നേരം വരുന്നത്. ഇതിൻ്റെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഇതിൻ്റെ എക്സ്പോഷർ വാല്യൂ ഭയങ്കര കുറവായിട്ട് തോന്നുന്നു റെക്കോർഡ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇപ്പോൾ ഞാൻ +3 എക്സ്പോഷർ വാല്യൂ കൂട്ടിയോണ്ട് ലെറ്റ് സി ഹൗ ഇറ്റ് ലുക്സ് ലൈക്ക്. പിന്നെ വേറെ കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഇതിൻ്റെ ഡ്രോബാക്സ് ഉണ്ടോ ഇപ്പോൾ ഞാൻ പറയണത്. വേറെ കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ ഇതിൽ വർക്ക് ചെയ്യണില്ല ഈ ആപ്പിൽ. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ ഉണ്ട്, സ്റ്റെബിലൈസേഷൻ്റെ ഒപ്റ്റിക്കലും സ്റ്റാൻഡേർഡും. പക്ഷേ ഇതിൻ്റെ സ്റ്റെബിലൈസേഷനിൽ വർക്കില്ല. നിങ്ങൾ കണ്ടില്ല, ഇപ്പോൾ നിൽക്കുന്ന ഇളങ്ങൾ കണ്ടില്ലേ. ഞാൻ കയ്യിൽ വെച്ചിട്ട് മൊബൈൽ ഞാൻ റെക്കോർഡ് ചെയ്യണം ഇപ്പോൾ. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ ടെസ്റ്റ് ചെയ്യാം. ഈ ആപ്പിൽ 3 സ്റ്റെബിലൈസേഷൻ ഓപ്ഷൻ ഉണ്ട്. ഒന്ന് ഓഫ്, ഇപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ഓഫിലാണ്. പിന്നെ ഒന്ന് ഒപ്റ്റിക്കൽ, വിച്ച് ഈസ് ഇതിൻ്റെ ലെൻസിൻ്റെ സ്റ്റെബിലൈസേഷൻ. പിന്നെ ഒരെണ്ണം സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ക്രോപ്പിംഗ് ആവും, അത് സോഫ്റ്റ്വെയർ വെച്ചിട്ട് സ്റ്റെബിലൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഇപ്പോൾ സ്റ്റെബിലൈസേഷൻ ഓഫ് ചെയ്തിട്ടാണ് റെക്കോർഡിങ്. ഇപ്പോൾ ഞാൻ എൻ്റെ സ്റ്റെബിലൈസേഷൻ ഒപ്റ്റിക്കലിലാണ് ഇട്ടിരിക്കുന്നത്. ചെറുതായിട്ടൊരു ചില വ്യത്യാസമുണ്ട്, പക്ഷേ ഞാൻ നടന്നുകൊണ്ട് റെക്കോർഡ് ചെയ്യണം. നമ്മളുടെ ഇതിൻ്റെ തന്നെ ആപ്പിൽ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ, ഷിയോമിയുടെ ഇത് വീഡിയോ ആപ്പിൽ ചെയ്യുന്നത് വെച്ചാൽ നല്ല സ്റ്റെബിലൈസേഷനാണ്. പക്ഷേ ഇതിൽ ശരിക്കും എടുക്കണില്ല. ഇതൊരു ചെറിയൊരു ഡ്രോബാക്ക് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഇതിപ്പോൾ ഒപ്റ്റിക്കൽ. ഇനി സ്റ്റാൻഡേർഡ് ട്രൈ ചെയ്യാം. ഈ സ്റ്റെബിലൈസേഷൻ ഇപ്പോൾ ഞാൻ ചെയ്യണത് സ്റ്റാൻഡേർഡിലാണ്. ഇത് ബേസിക്കലി ഒപ്റ്റിക്കലും, എനിക്ക് തോന്നുന്നത് ഒപ്റ്റിക്കലും പിന്നെ അതിൻ്റെ ഒപ്പം കുറച്ച് ക്രോപ്പിനായുണ്ട്. അപ്പോൾ സോഫ്റ്റ്വെയർ സ്റ്റെബിലൈസേഷനും കൂടി ഉണ്ട്. എന്നാലും എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയിട്ടില്ല. അപ്പോൾ നമ്മളൊരു എന്താ പറയുക, സെൽഫി സ്റ്റിക്ക് ഉപയോഗിച്ചിട്ട് റെക്കോർഡ് ചെയ്യണമായിരിക്കും നല്ലത്. അപ്പോൾ ഈ ആപ്പിൻ്റെ ഓവറോൾ ടെസ്റ്റിനെ പറ്റി ചോദിക്കുന്നത് വെച്ചാൽ, എനിക്ക് ആക്ച്വലി ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല അധികം. ഇന്ന് മാത്രമേ ഞാൻ ഇത് ഉപയോഗിക്കണുള്ളൂ. നോക്കുമ്പോൾ ഈ സ്റ്റെബിലൈസേഷൻ നല്ലതല്ലാത്തതുകൊണ്ട് കുറച്ചൊരു പ്രശ്നമുണ്ട്. പിന്നെ എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ റോ ഫയൽസ് നല്ല ക്ലീനാണ്. അതുകൊണ്ട് കളർ ഗ്രേഡിങ് ചെയ്യാൻ വളരെ നല്ലൊരു ക്വാളിറ്റി കിട്ടും നമ്മൾക്ക്. ഇപ്പോൾ ഇതിൻ്റെ എക്സ്പോഷർ വാല്യൂ ഞാൻ +0.7 ആക്കിയിട്ടുണ്ട്. കാരണം ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ എൻ്റെ ഫേസ് ആക്ച്വലി എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, ഫുൾ ഡാർക്കായിട്ടായിരുന്നു വന്നിരുന്നത്. പിന്നിൽ സ്കൈ ഉള്ളതുകൊണ്ട്. അപ്പോൾ അതൊരു ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം വെൻ ഐ എം ഷൂട്ടിങ് മൈസെൽഫ് ഫ്രം ദ റിയർ ക്യാമറ ഐ കനോട്ട് സീ എൻ്റെ എക്സ്പോഷർ വാല്യൂ എന്താണ് അതൊന്നും. അപ്പോൾ ഇനി പോസ്റ്റിൽ ചെന്നിട്ട് എനിക്ക് അത് ശരിയാക്കേണ്ടി വരും. ഇപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഓരോരോ ടെസ്റ്റാണ് ഞാൻ ചെയ്യണം. അപ്പോൾ ഇത് ശരിക്കുള്ളൊരു ആക്ച്വൽ വീഡിയോ ആയിട്ട് നിങ്ങൾ കണക്കാക്കരുത്. ഇപ്പോൾ 0.7 എക്സ്പോഷർ വാല്യൂ കൂട്ടിയോണ്ട് ഞാനിപ്പോൾ പ്ലേ ബാക്ക് ചെയ്ത് നോക്കിയ എൻ്റെ വീഡിയോ, ഇറ്റ് വാസ് പ്രിറ്റി ഗുഡ് ആൻഡ് പ്രിറ്റി ക്ലിയർ. അപ്പോൾ എനിക്ക് ഒന്ന് HLG മോഡിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ അത് +0.7 നമ്മൾ ഇടേണ്ടി ഇരിക്കുന്നു. എന്നാലേ നല്ലൊരു എന്താ പറയുക വാല്യൂവിൽ നമുക്ക് കിട്ടുള്ളൂ. ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് യു ആർ ഷൂട്ടിങ്. നിങ്ങൾ വിചാരിക്കണ്ടോ ചിലപ്പോൾ ഇതൊക്കെ എന്ത് വട്ടാന്ന്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു വട്ട തന്നെയാണ്. അപ്പോൾ ദിസ് ആർ മൈ ടോപ്പിക് ഓഫ് ഇൻട്രസ്റ്റ്. എനിക്ക് ഇതൊക്കെ ഭയങ്കര കാര്യമാണ്. എന്താ വെച്ചാൽ പഠിക്കുക, പിന്നെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അപ്പോൾ എനിക്ക് വീഡിയോഗ്രാഫി ചെയ്യാൻ പറ്റില്ല, എന്ന് തന്നെ എനിക്ക് വീഡിയോഗ്രാഫി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ട്രൈയും ടെസ്റ്റും ചെയ്യണം. കഴിഞ്ഞ 3 മാസമായി ഞാനിങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട് കണ്ടിന്യൂസ്ലി. അപ്പോൾ ഇന്നലെ ഞാൻ എൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്തു. ഞാൻ ഓൾമോസ്റ്റ് 70 കിലോ ആയിരുന്നു. അപ്പോൾ ഇന്നലെ നോക്കിയപ്പോൾ 66 കിലോ. ഓൾമോസ്റ്റ് ഒരു 4 കിലോ കുറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ തീറ്റയുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇപ്പോൾ അധികം കുറയാത്തത്. അപ്പോൾ ഞാൻ ഡയറ്റ് ഇഞ്ചും കൺട്രോൾ ചെയ്യണം. ഈ മൊബൈൽ ഫോണിൽ 4 ക്യാമറ ഉണ്ട്. ഒന്ന് 16mm, പിന്നെ 23mm, 74mm, പിന്നെ 115mm. ഇപ്പോൾ HLG മോഡ് എനിക്ക് ഒന്ന് 23, 74 പിന്നെ 115mm മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യണ സൂപ്പർ വൈഡ് ആംഗിൾ ലെൻസിലാണ്. എനിക്ക് അറിഞ്ഞൂടില്ല HLG ഇതിൽ വർക്ക് ചെയ്യണമെന്ന് റോ മോഡിൽ. അപ്പോൾ അതിപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്യണ്. വീട്ടിലെന്നാലും ഇനി മനസ്സിലാവുള്ളൂ. എനിക്ക് ഇവിടെ വെച്ചിട്ട് മനസ്സിലാവില്ല. അത് നമ്മൾ കമ്പ്യൂട്ടറിൽ ഇട്ട് കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ ഈ ഫയൽ ഏതാന്ന്. സോറി കേട്ടോ, 16mm അല്ല, 12mm ആണ്. അപ്പോൾ 12mm ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്തത്. അപ്പോൾ 12mm ഞാൻ നോക്കിയപ്പോൾ അതിൽ HLG മോഡില്ല, എന്ന് വെച്ചാൽ റോ ഷൂട്ടില്ല. വൈഡ് ആംഗിൾ ലെൻസിൽ റോ ഷൂട്ട് കിട്ടണമായിരുന്നു. അത് ഇപ്പോൾ ഈവൺ ഇതിൻ്റെ നോർമൽ നേറ്റീവ് ആപ്പിലും ആ റോ മോഡില്ല. ഇതിൻ്റെ നോർമൽ നേറ്റീവ് ആപ്പിൽ അങ്ങനെ ഈ 3 ലെൻസിലുള്ളൂ, 23mm, പിന്നെ 115ഉം 74mm. എന്താണെന്ന് മനസ്സിലാവില്ല. ഈ വൈഡ് ആംഗിൾ ലെൻസിൽ, സൂപ്പർ വൈഡ് ആംഗിൾ ലെൻസിൽ ഇവരെന്ത് ഈ റോ ഷൂട്ട് തരാത്തതെന്ന് എനിക്കിത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇപ്പോഴും ഞാൻ ഈ റെക്കോർഡ് ചെയ്തത് ഇപ്പോൾ +4, +7, 0.7, +0.4, 0.7,
+1.0 എക്സ്പോഷർ വരെ ഞാൻ ട്രൈ ചെയ്തു. കാരണം ബാക്ക്ഗ്രൗണ്ട് ഉള്ളതനുസരിച്ചിട്ട് ഓട്ടോ ഫോക്കസിൽ അത് ബാക്ക്ഗ്രൗണ്ട് ഭയങ്കരമായിട്ട് എക്സ്പോസ് ആവണ്. അപ്പോൾ നമ്മൾ റോ മോഡിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ സാധാരണ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും HDR. കാരണം നമ്മൾ ഈ HLG എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ഹൈപ്പർ ലോക്ക് ഗാമ എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് പോസ്റ്റ് പ്രൊഡക്ഷനിൽ ചെന്നിട്ട് അത് കൺട്രോൾ ചെയ്യാം. അപ്പോൾ നോക്കട്ടെ, ഇനി ഞാൻ ഇത് ചെന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്കിത് മനസ്സിലാവുള്ളൂ. പക്ഷേ എനിവേസ് ഇത് ഒരു ടെസ്റ്റ് അല്ലേ. ഇപ്പോൾ ഇതുവരെ ഇരുന്നതിൽ എനിക്ക് +0.4 എക്സ്പോഷറാണ് ബെസ്റ്റ് സെറ്റിങ് കിട്ടിയത്. എന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ടും പിന്നെ എൻ്റെ ഫേസും നല്ലോണം എക്സ്പോസ് ആവുന്നത് എനിക്ക് +0.4 കിട്ടി. അപ്പോൾ നിങ്ങളങ്ങനെ Blackmagic ക്യാമറയുടെ ആപ്പ് ട്രൈ ചെയ്യുന്നത് വെച്ചാൽ അതൊന്ന് നോക്കാം. ഞാനിപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുന്ന ഓട്ടോ എക്സ്പോഷറിലാട്ടോ. ഞാൻ സെൻറ്റർ ക്ലിക്ക് ചെയ്തിട്ട്, കാരണം നമുക്ക് മൊബൈൽ ഫോൺ പിന്നിലത്തെ ഇത് ക്യാമറയിൽ നിന്ന് റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് മുമ്പിൽ നിന്ന് ആർക്കും നമുക്കൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സെൻറ്ററിൽ ഒരു ടച്ച് ചെയ്താൽ അതിൽ ഓട്ടോ എക്സ്പോഷറിലേക്ക് കിടക്കുക. അപ്പോൾ ആ ഓട്ടോ എക്സ്പോഷർ ഓട്ടോമാറ്റിക്കലിയാണ് ഞാൻ സെൻറ്ററിലാണെന്ന് തോന്നിയിട്ടാണ് ഈ ഷൂട്ടിംഗ് ഇപ്പോൾ നടക്കുന്നത്. എൻ്റെ പൊന്നെ ഭയങ്കര ഒച്ചയുമ്പോഴും വൈകുന്നേരം നടക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാ പ്രശ്നം. ട്രക്കും പിന്നെ ഇതും കൺസ്ട്രക്ഷനും ഒന്നും പറയണ്ട. ഒന്നാമത്തെ ഇവിടെ നടക്കാൻ പോലും സ്ഥലമില്ല. അങ്ങനത്തെ ഒരു ഇതാണ്, ഭയങ്കര ട്രാഫിക്കും. കാരണം ജോലി കഴിഞ്ഞ് വരുന്ന ആൾക്കാർ. പിന്നെ എൻ്റെ ബിൽഡിങ്ങിൽ പറഞ്ഞാൽ ജിമ്മുണ്ട്. പക്ഷേ എനിക്ക് ജിമ്മിൽ ഇങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ അത്രയും താല്പര്യമില്ല. ആ AC-യുടെ ഉള്ളിൽ നമ്മളൊന്ന് ശരിക്കും ഒന്ന് വയർക്കണം വർക്കൗട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ ആപ്പ് ഉപയോഗിക്കുന്നത് വെച്ചാൽ എക്സ്പോഷർ മാനുവൽ ഉപയോഗിക്കുന്നത് വെച്ചാൽ എക്സ്പോഷർ +0.5 വെച്ചോട്ടോ. പിന്നില്ല, കാരണം സ്കൈയും ഇതൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ +0.5 വെച്ചോ. പിന്നെ സെൻറ്ററിലൊരു ടാപ്പ് ചെയ്തോ. സെൻറ്ററിൽ ടാപ്പ് ചെയ്ത ഓട്ടോ എക്സ്പോഷർ അത് നിങ്ങളുടെ ഫേസിനെ ശരിക്കും അങ്ങോട്ട് എടുക്കും. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഫേസും നല്ലൊരു എക്സ്പോഷർ ഇതിൽ കിട്ടും. ഇവൻ Rec 709 വരെ ഇത് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് മാനുവലി ഉപയോഗിക്കുന്നത് വെച്ചാൽ ആദ്യം ടെസ്റ്റ് ചെയ്യുക, ട്രൈ ചെയ്യുക, പഠിക്കുക. കാരണം ഒരു മൊബൈൽ ക്യാമറയുടെ ആപ്പ് വെച്ചിട്ട് നമ്മൾ മാനുവലി എന്തെങ്കിലും ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ അറിയാണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ശരിക്കും ആ റെക്കോർഡിങ് വരില്ല. അപ്പോൾ ഞാനിങ്ങനത്തെ വട്ട് പിടിച്ച ടെസ്റ്റും ക്യാമറ ആംഗിളും ഞാൻ പല കാര്യം പഠിക്കാണ്ട് നമുക്ക്. ഞാൻ ഇപ്പോൾ ക്യാമറ ആംഗിളിനെ പറ്റിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഷൂട്ട് ചെയ്യണത്. പിന്നെ ഒരു സ്റ്റോറി ലൈൻ, നമ്മളൊരു വ്ളോഗ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സ്റ്റോറി ലൈനിൽ കൂടെ എങ്ങനെ നമ്മൾ ഷൂട്ട് ചെയ്യണം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ചുകൊണ്ടിരിക്കണേ ഞാൻ. അത് നോക്കാം നമുക്ക് നമ്മളെവിടെ വരെ എത്തുന്നത്. ഇപ്പോൾ നമ്മളുടെ വ്ളോഗ് ബേസിക്കലി വാക്കിങ്ങും നിങ്ങളായിട്ട് ടോക്കിങ്ങും ഉള്ളൂ. കാരണം എനിക്ക് വേറെ അധികം ഒന്നും ചെയ്യാനില്ല ഇവിടെ. നമുക്ക് സ്ഥലമില്ല, സമയം വേറൊരു സ്ഥലത്ത് പോകാനും പറ്റില്ല. അങ്ങനത്തെ ഒരു സ്ഥിതിയിലാണ് ഞാനിപ്പോൾ. മനസ്സിലായില്ലേ? ഒരു പ്രാവശ്യം നമ്മൾ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ കറങ്ങാം. എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനെപ്പറ്റി വീഡിയോഗ്രാഫിനെ പറ്റിയിട്ടും പിന്നെ സിനിമാറ്റോഗ്രാഫിനെ പറ്റിയിട്ടും ഒരു ഫുള്ള് ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ അധികം ദുബായിൽ ഞാൻ അങ്ങനത്തെ ഒരു ക്ലാസ്സസ് ചെയ്യാൻ കണ്ടില്ല. എന്തായാലും നാട്ടിൽ നിന്നിട്ട് നോക്കാം. എന്തെങ്കിലും ഒന്ന് ചെറിയൊരു സിനിമാറ്റോഗ്രാഫിയുടെ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ, പിന്നെ കളർ ഗ്രേഡിങ്ങിൻ്റെ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ, ഷൂട്ടിങ്ങിൻ്റെയും ക്ലാസ്സസൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്കതൊരു അഡ്വാൻറ്റേജാണ്. അപ്പോൾ അതൊക്കെയാണ് ചെയ്യാനുള്ള പരിപാടി. സമയം 6:30 ഇന്ന് നേരത്തെ ഇറങ്ങിയോണ്ട് 5:30 ഇറങ്ങിയ. അപ്പോൾ 1 മണിക്കൂർ കൂടുതൽ ഞാൻ ഈ 5 കിലോമീറ്റർ തീർക്കാറ്. ഫസ്റ്റ് നല്ല വിഗ്രസ് വാക്കിംഗ് ചെയ്യും, വാമപ്പ് ചെയ്ത് പിന്നെ വിഗ്രസ് വാക്കിംഗ്. അപ്പോൾ അതിൽ ആക്റ്റീവ് വർക്കൗട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങളെങ്ങാനും വീട്ടിലിരുന്ന് ഇങ്ങനെ ബോറൊക്കെ അടിക്കുന്ന വെച്ചാലുണ്ടല്ലോ, എൻ്റെ ഡിപ്രഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ വാക്കിങ്ങിന് പോയാൽ മതി സ്വന്തം. പിന്നെ ബേസിക്കലി ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ വ്ളോഗിങ് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ മൊബൈലും പിടിച്ച് നടക്കുമ്പോൾ ആൾക്കാരെന്നെ ചോദിക്കും, എന്താ ഈ ചെക്കന് വട്ടുണ്ടോ? നമ്മൾ ജോലി ചെയ്യണോ, അത്രേ ഉള്ളൂ. അത് നല്ലൊരു കാര്യം തന്നെ. കാരണം ഈ വ്ളോഗ് ചെയ്യുമ്പോഴുണ്ടല്ലോ നമ്മൾ തന്നെ എനിക്ക് തോന്നുന്നത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നതാണ്. അപ്പോൾ ഗായ്സ്, ഇന്നത്തേക്ക് ഇത്രയും മാത്രം. ഇന്നത്തെ ടോപ്പിക്ക് അത്രയും വലിയ ഇമ്പോർട്ടൻ്റ് ഉള്ളതല്ലായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് ടെസ്റ്റ് ചെയ്യില്ല, നമ്മുടെ ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ്. അപ്പോൾ ഞാൻ ചെയ്യണത് ഈ ടെസ്റ്റ് ചിലപ്പോൾ ചിലവർക്ക് ഹെൽപ്പ് ചെയ്യും, ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാലും നമുക്കൊരു എന്താ പറയുക ഇൻട്രാക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയും മാത്രം. കാണാൻ നമ്മൾക്ക് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ബൈ.